കൂട്ടുകാരെ രാവിലെ ഇച്ചിരി ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയായിട്ട് ഒരു 1/4 കിലോ ഗ്രീൻ പീസ് ഉണ്ട്. ഇതൊരു അരമുറി തേങ്ങ, ഒരു 10 ഗ്രാം കാഷ്യൂട്ട് ഇട്ട് നല്ല ഭംഗിയായിട്ട് മിക്സിയിൽ അരച്ച് വെച്ചാണ്. ഒരു സവാള, ഒരു പകുതി തക്കാളി, ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി, ഇച്ചിരി കറിവേപ്പില, പച്ചമുളക്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മുടെ സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. കൂടുതൽ ബ്രൗൺ ഒന്നും വേണം കേട്ടോ. ഒരു ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേനും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചെറു തീയിൽ മൂപ്പിക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചാൽ കശുവണ്ടിയും തേങ്ങയും കൂടെ അരപ്പ് ചേർത്ത് നന്നായിട്ട് മൂക്കണം. ഈ പച്ചത്തേങ്ങയും ചേർക്കുന്നതും ഈ അരപ്പ് ഇതുപോലെ ഒന്ന് മൂപ്പിക്കണം. രണ്ടും രണ്ട് ടേസ്റ്റ് ആട്ടോ. അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചത് കേട്ടോ. അതിനുശേഷം ആ തേങ്ങാരപ്പിൻ്റെ പാത്രത്തിൽ അല്പം വെള്ളം കൂടെ ചുറ്റിച്ച് ഒഴിക്കുക. തിള വരുമ്പോഴത്തേനും നമ്മുടെ ഗ്രീൻ പീസ് ബോയിൽ ചെയ്ത് അതിൻ്റെ സ്റ്റോക്ക് കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഗ്രേവി ആണെങ്കിൽ അല്പം വെള്ളം കൂടെ തിളപ്പിച്ച് പച്ചവെള്ളം ഒഴിച്ചോ തിളപ്പിച്ചാൽ കേട്ടോ ശരിക്കും. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തിള വരുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഇച്ചിരി കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ താളിച്ച് ഇതിൻ്റെ പുറമെ ഒഴിക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കിണ്ണം കാച്ചി ഗ്രീൻ പീസ് കറി കേട്ടോ. അപ്പോൾ താങ്ക് യു.